കുറച്ച് നാളുണ്ട് ഞാൻ ശ്രദ്ധിക്കണത്. ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇപ്പൊ മിണ്ടാൻ നേരമില്ല, എന്നോട് കൊഞ്ചിക്കൊഴയാൻ നേരമില്ല, എന്നോട് സംസാരിക്കാൻ നേരമില്ല, എന്റെ അടുത്തൊന്ന് അടുത്ത് വന്ന് ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല. ഒരു അകൽച്ച, ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്തിനിങ്ങനെ ജീവിക്കണം? പൊക്കൂടെ? പറഞ്ഞു തീർന്നാ നിങ്ങള്? തീർന്നു. എന്നാ ഞാനും ഒന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട. നീ എന്ത് കാണുന്നുണ്ടെന്നാ പറയണത്? എന്ത് കാണുന്നുണ്ടെന്നാ? ഒന്നല്ല, 1000 കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം നീ പറ. നിങ്ങളെ ആ അടുക്കള നിൽക്കണ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണോ, ഉമ്മ വെക്കണോ, ശൃംഗരിക്കുന്നു, കുഴഞ്ഞാടുന്നു, കൊഞ്ചിക്കൊഴയണോ, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങൾ. അടുക്കള നിൽക്കണ പെണ്ണ് എന്റെ ആരാടി? ഭാര്യ. നീ ഇവിടുത്തെ ആരാണ്? ചേലക്കാരി. അത് നീ മറക്ക. ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ പഴയ കാലം ഓർക്കുമായിരുന്നു. എന്തോരം പ്രേമമായിരുന്നെന്നറിയാം എനിക്ക്. ഇഷ്ടം പോലെയായിരുന്നു. ഒരു ഗിരിജ, സരള, കുസുമം, പിന്നെ ഒരു മുസ്ലിം പെണ്ണുണ്ടായിരുന്നു, ഒരു ഫാത്തിമ, ഒരു ക്രിസ്ത്യൻ പെണ്ണുണ്ടായിരുന്നു. അതിന്റെ ആങ്ങളെയും തന്തയും വന്ന് എന്നെ കുരിശി കയറ്റെന്ന് വിചാരിച്ചപ്പോ ആ പ്രണയം ഞാനങ്ങ് വിട്ടു. ഇപ്പോഴുണ്ട്. എന്തിനാ എന്റെ കറുത്തമ്മയെ കല്യാണം കഴിച്ച്? കറുത്തമ്മ? എന്റെ അമ്മ കറുത്തിട്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ കറുത്തു പോയത്. ഏതെങ്കിലും ഒരു മദാമയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു സായിപ്പായി ഞാൻ ഇവിടെയൊക്കെ ഓടിച്ചാടി കളിക്കുമായിരുന്നില്ല. എടാ, നിന്റെ അമ്മയുണ്ടല്ല ഈ നാട്ടിലെ ഏറ്റവും നല്ല സുന്ദരിയായിരുന്നു. അറിയാം. എന്നാലും കറുത്തമ്മയല്ലേ? കറുത്തമ്മ. അതുകൊണ്ട് ഞാൻ കറുത്തത്. വെളുത്ത നിറമുള്ള എന്റെ പൊന്നച്ച, ആത്മാർത്ഥമായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ മോനല്ലേ ഞാൻ? മോനെ, നിന്റെ പള്ളി അടിച്ചു തെറിപ്പിക്കും. അപ്പം അച്ഛന്റെ മോനെ ഞാൻ ഉറപ്പിച്ചു. നീ കൂലിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ എന്തോ പറയാനാ ചേച്ചി, നമ്മൾ അപ്പുറം ഇപ്പുറം കിടക്കുന്നവരല്ലേ. അല്ല, നമ്മളെ അപ്പുറം ഇപ്പുറം അയൽവാസികളല്ലേ. നമ്മള് അങ്ങനെ പറയാൻ പറ്റുമോ? ചേച്ചി എന്തോ തന്നാലും ഞാൻ സ്വീകരിക്കും. ആണോ? പണി കഴിഞ്ഞ് പോകുമ്പോ ഒരു ബൊക്ക അങ്ങ് സ്വീകരിക്കാവോ? എന്നിട്ട് ഞാനോട് ഒരു പ്രസംഗം നടത്താം, മതിയോ? 1500 രൂപ ശമ്പളം തരണം. പണി കഴിയുമ്പോ പടക്ക് കയ്യിലോട്ട് വെക്കുമ്പോ ഗാന്ധിജി എന്നെ നോക്കി ചിരിക്കണം. 1500 രൂപയോ? 1500 രൂപ. എടാ, ഈ മുറ്റത്തെ 2 പുല്ല് പറിച്ച് കളയുന്നതിന് 1500 രൂപയോ? ഈ പുരികത്തന്ന് 2 രോമം പറിച്ച് കളയുന്നതിന് 2500 3500 അത് 3 ഉപയോഗിച്ച് പറിക്കുന്നതിന്. അവൻ പിടിച്ചോ വേലത്ത് നിന്ന് കരിഞ്ഞു തുടങ്ങി പണിയെടുത്താൽ 1500 രൂപ ചോദിച്ചാൽ തരാനില്ല. ബ്യൂട്ടി പാർലറിൽ കേറി ഇറങ്ങി നടക്കുന്ന ആളെന്ന് കണ്ടാലേ